നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇസ്ലാമാബാദിൽ ചർച്ചയ്ക്ക് പോയത് അമേരിക്കൻ ടീമാണെങ്കിലും പിന്നിൽ പ്രവർത്തിച്ചത് ജൂതന്റെ കാഞ്ഞ ബുദ്ധി. അമേരിക്ക പ്രഖ്യാപിച്ച 2 ആഴ്ചത്തെ വെടിനിർത്തൽ കരാറിൽ ഇടഞ്ഞു നിൽക്കുന്ന ഇസ്രയേലിനെ തണുപ്പിച്ചേ മതിയാകൂ ഡൊണാൾഡ് ട്രംപിന്. പാകിസ്ഥാനിൽ നടക്കുന്ന ചർച്ചയിൽ ഇറാനെ ആണവ കരാറിൽ എത്തിക്കുമെന്ന് ട്രംപിന്റെ ഉറപ്പായിരുന്നു. പക്ഷേ 1 ഇഞ്ച് അടുക്കാതെ ഇറാൻ മാറി നിന്നു. ഇത് ഇസ്രയേലിന് നേരത്തെ അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ US ടീം ചർച്ചയ്ക്ക് പോകും മുൻപ് ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ട്രംപ് പറഞ്ഞത് ഇറാൻ വഴങ്ങിയില്ലെങ്കിൽ കൂടുതൽ ചർച്ചയില്ല, മാരക യുദ്ധമെന്ന്. ഇസ്ലാമാബാദിലെ ഓരോ നീക്കവും ഇസ്രയേൽ വീക്ഷിക്കുന്നുണ്ടായിരുന്നു. ആദ്യ 16 മണിക്കൂർ ചർച്ച, ഇതിൽ ഒരു പുരോഗതിയും ഉണ്ടായില്ല. യുറേനിയം സമ്പുഷ്ടീകരിക്കും, മിസൈൽ പരീക്ഷണം നടത്തും എന്ന വാദത്തിൽ തന്നെ ഉറച്ചു നിന്നു ഇറാൻ. ആ 16-ാം മണിക്കൂറിൽ JD വാൻസിന് ഒരു കോള് വരുന്നു, ഇനി ചർച്ച വേണ്ട എന്ന്. ഇത് ഇസ്രയേൽ ഇടപെട്ട് ട്രംപ് നടത്തിയ നീക്കമാണ് എന്ന ചർച്ചകളാണ് നിറയുന്നത്. ഒരു സമാധാനത്തിന് വേണ്ടിയല്ല ഇസ്രയേൽ കാത്തിരിക്കുന്നത്. മേഖലയിൽ ഒരു സമാധാനം വേണം, ഹോർമുസ് തുറക്കണം. ഇത് അമേരിക്കയുടെ ഇപ്പോഴത്തെ ആവശ്യമാണ്. കാരണം ലോക വിപണി താളം തെറ്റി നിൽക്കുന്നു. അമേരിക്കയ്ക്ക് നേരെ ലോകരാജ്യങ്ങളുടെ സമ്മർദ്ദം കൂടുന്നു. പ്രതിസന്ധി രൂക്ഷമായ ഘട്ടത്തിലായിരുന്നു ട്രംപ് വെടിനിർത്തൽ പ്രഖ്യാപിച്ചത്. പക്ഷേ ഇത് ഇസ്രയേലിനെ ചൊടിപ്പിച്ചു. മൊസാദും IDFും എല്ലാം അമേരിക്കയുടെ ഈ നീക്കത്തോട് എതിർത്ത് നിൽക്കുകയായിരുന്നു. പലതവണ അനുനയ നീക്കങ്ങൾ നടത്തിയതിനൊടുവിലാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനെ ഒന്ന് വരുതിയിലാക്കാൻ ഡൊണാൾഡ് ട്രംപിന് കഴിഞ്ഞത്. അപ്പോഴും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു, ഇസ്ലാമാബാദിൽ നടക്കുന്ന ചർച്ചയിൽ അനുകൂലമായ നീക്കം ഉണ്ടായില്ലെങ്കിൽ പിന്നെ അമേരിക്കയുടെ വാക്ക് കേൾക്കാൻ ഞങ്ങൾ നിൽക്കില്ല എന്ന്. വെടിനിർത്തൽ കരാർ എന്നവസാനിക്കുന്നോ അന്ന് ഞങ്ങൾ ഇറാനെ കയറി അടിച്ച് മുച്ചൂടും തീർക്കും എന്നുള്ള നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇസ്രയേൽ. ഇസ്രയേലിന്റെ ഒരേ ഒരു ആവശ്യം ഇറാനെ തീർക്കുക എന്നുള്ളത് മാത്രമാണ്. ഇറാൻ ദുർബലമായി നിൽക്കുന്ന സമയത്ത് കയറി അടിച്ച് തീർക്കുക. തങ്ങൾക്ക് അംഗീകരിക്കാനാകാത്ത നിലപാട് ചർച്ചയിൽ സ്വീകരിച്ചാൽ മുന്നും പിന്നും നോക്കില്ല, ഇറാനെ തീർത്തേ മടങ്ങുമെന്ന് മൊസാദും നിലപാട് വ്യക്തമാക്കിയിരുന്നു. ഇസ്ലാമാബാദ് ചർച്ചയിൽ ജൂതന്റെ ബുദ്ധിയാണ് പ്രവർത്തിച്ചതെന്ന് പാശ്ചാത്യ മാധ്യമങ്ങളിലും ഇപ്പോൾ റിപ്പോർട്ട് വരുന്നു. ജൂതൻ തീരുമാനിക്കും ചർച്ചയുടെ ഗതി എന്തായിരിക്കണം എന്ന്. അക്ഷരാർത്ഥത്തിൽ ഇറാൻ സംഘത്തെ ഇസ്ലാമാബാദിൽ പൂട്ടിക്കെട്ടി ഇസ്രയേൽ. സമാധാനം പുലരേണ്ടത് ഇറാന്റെയും ഇപ്പോഴത്തെ ആവശ്യമാണ്. സാമ്പത്തിക നട്ടലൊടിഞ്ഞു നിൽക്കുകയാണ് ഇറാന്റെ. നേതൃത്വം മുഴുവൻ ചത്തൊടുങ്ങി അനാഥമായി നിൽക്കുന്നു. ഇസ്രയേലിന്റെ വ്യാപക ആക്രമണത്തിൽ ഇറാൻ തവിട് പൊടിയായിട്ടുണ്ട്. കൂടാതെ ആയുധങ്ങളും കുറഞ്ഞു, സൈന്യവും കൊല്ലപ്പെടുന്നു. പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു ഗ്യാപ്പ് കിട്ടണം. എന്നാൽ ഇസ്രയേൽ ഒരു ഗ്യാപ്പും കൊടുക്കാതെ ഇറാനെ വരിഞ്ഞു മുറുക്കുന്നു. അതിമാരക ആക്രമണം പുറത്തെടുക്കാൻ പദ്ധതി തയ്യാറാക്കുകയാണ് ഇപ്പോൾ ജൂതപ്പട. തലപൊക്കി വന്ന ഹിസ്ബുള്ളയെ തീർത്തുകെട്ടി IDF ഇറാന്റെ ആപ്പീസ് പൂട്ടിച്ചു. വെടിനിർത്തൽ കരാർ കാലാവധി കഴിയുന്ന ദിവസം ഇറാനിൽ തീതുപ്പും ഇസ്രയേൽ എന്ന കാര്യത്തിൽ സംശയമില്ല. അതിനു മുന്നേ സമാധാനത്തിന് വഴി കണ്ടെത്താൻ ഇറാന്റെ പരക്കം പാച്ചിലാണ്. അമേരിക്കയുമായി ഇനിയും ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ മുൻകൂർ ജാമ്യമെടുത്തിരിക്കുന്നത് ഇസ്രയേൽ പേടിയിലാണ്. ഇസ്ലാമാബാദ് ചർച്ച പൊളിച്ചത് ഇസ്രയേൽ തന്നെയാണെന്ന് ഇറാൻ ആവർത്തിച്ച് ഇപ്പോൾ വ്യക്തമാക്കുകയാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വാൻസുമായി നടത്തിയ ഒരു ഫോൺ കോൾ ഇറാൻ US സംഘർഷത്തിൽ വഴിത്തിരിവാകാവുന്ന കാര്യത്തെ പാളം തെറ്റിച്ചു. ഒരു കരാറിലും ഏർപ്പെടാനാകാതെ JD വാൻസ് ഇസ്ലാമാബാദ് വിട്ട് മണിക്കൂറുകൾക്ക് ശേഷം എക്സിലെ കുറിപ്പിലായിരുന്നു ഇറാൻ വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അരാഗ്ചി ഈ ആരോപണം ഉന്നയിച്ചത്. യോഗത്തിനിടെ നെതന്യാഹു വാൻസുമായി നടത്തിയ ഫോൺ സംഭാഷണം US ഇറാൻ ചർച്ചകളിൽ നിന്ന് ഇസ്രയേലിന്റെ താൽപ്പര്യങ്ങളിലേക്ക് ശ്രദ്ധ തിരിച്ചുവെന്നാണ് അരാഗ്ചി എഴുതിയിരിക്കുന്നത്. പാകിസ്ഥാൻ ആതിഥേയത്വം വഹിച്ച ചർച്ചകളിൽ ഇറാൻ നല്ല ശുഭാപ്തി വിശ്വാസത്തോടെയായിരുന്നു പങ്കെടുത്തത്. JD വാൻസ് പോകുന്നതിന് മുൻപ് നടത്തിയ വാർത്താ സമ്മേളനവും അനാവശ്യമായിരുന്നു എന്നാണ് ഇറാൻ പറയുന്നത്. രാജ്യത്തിന്റെ താൽപ്പര്യവും പരമാധികാരവും സംരക്ഷിക്കാൻ ഇറാൻ എല്ലാ കാലത്തും പ്രതിജ്ഞാബദ്ധരായിരിക്കും, ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ചി വ്യക്തമാക്കി. JD വാൻസിന് ഫോൺ കോൾ വന്നു എന്നുള്ള കാര്യം ഇപ്പോൾ വാഷിംഗ്ടണും നിഷേധിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഫോൺ കോൾ അത് ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നായിരുന്നു എന്ന് വ്യക്തമാകുകയാണ്.
സമാധാന ചർച്ചകൾക്കായി പശ്ചിമേഷ്യൻ മേഖലയിൽ അമേരിക്ക 2 ആഴ്ചത്തെ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ വെടിനിർത്തൽ വന്ന് 9 ദിവസങ്ങൾ മാത്രം ശേഷിക്കെ സമാധാന ചർച്ച പരാജയപ്പെട്ടത് മേഖലയിൽ വീണ്ടും അനിശ്ചിതാവസ്ഥയ്ക്ക് വഴിതെളിച്ചിട്ടുണ്ട്. എന്തും സംഭവിക്കാം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇറാൻ ഇപ്പോൾ ദുർബലമായി നിൽക്കുകയാണെന്ന് ഇസ്രയേലിന് കൃത്യമായിട്ട് അറിയാം. കാരണം അവരുടെ ആയുധങ്ങൾ വലിയ തോതിൽ കുറഞ്ഞിട്ടുണ്ട്, മിസൈലുകൾ തീർന്നിട്ടുണ്ട്, സൈന്യവും അടികൊണ്ട് തളർന്നു നിൽക്കുകയാണ്. ഇറാന്റെ പല മേഖലകളിലേക്ക്, ഇറാന്റെ തന്ത്രപ്രധാന മേഖലകളിലേക്കെല്ലാം അടിച്ച് പൂർണ്ണമായും ഇറാൻ റവല്യൂഷണറി ഗാർഡിനെ തളർത്തിയിട്ടുണ്ട് ഇസ്രയേൽ. ഈ ഘട്ടത്തിൽ ഇറാനെ കയറി അടിച്ചാൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ഇസ്രയേലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് അമേരിക്കയോട് വെടിനിർത്തൽ കരാർ ഇപ്പോൾ കൊണ്ടുവന്നതിൽ ഇസ്രയേൽ ഇടഞ്ഞു നിൽക്കുന്നത്. ഇറാൻ ഇസ്രയേൽ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്കിടെ ലബനനിൽ ആക്രമണം രൂക്ഷമാക്കിയ ഇസ്രയേൽ തെക്കൻ ലബനനിലെ അതിർത്തി മേഖലയിലെ മുഴുവൻ ഗ്രാമങ്ങളും തകർത്തു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വീടുകൾ സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിച്ച ശേഷം റിമോട്ട് കൺട്രോൾ വഴി തകർക്കുകയാണെന്ന് ദ ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേൽ പുറത്തുവിട്ട സ്ഫോടന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. അതിർത്തി ഗ്രാമങ്ങളായ ടൈബെ, നാഖൌറ, ഡീർ, സെറിയൻ എന്നിവിടങ്ങളിലാണ് കൂടുതൽ ആക്രമണങ്ങൾ നടക്കുന്നത്. മറ്റിടങ്ങളിലും സ്ഫോടനങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ചില ലബനീസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നാൽ ഇത് സാധൂകരിക്കുന്ന ദൃശ്യങ്ങൾ ലഭ്യമായിട്ടില്ല. ഗാസയിലും റഫയിലും ചെയ്തതുപോലെ ഇസ്രയേലിന് ഭീഷണി ഉയർത്തുന്ന മേഖലകളെ പൂർണ്ണമായും തകർക്കണമെന്ന പ്രതിരോധ മന്ത്രി ഇസ്രയേൽ ക്യാറ്റ്സിന്റെ ആഹ്വാനത്തിന് പിന്നാലെയാണ് സ്ഫോടനങ്ങൾ നടക്കുന്നതെന്ന് ഗാർഡിയന്റെ റിപ്പോർട്ടിൽ പറയുന്നു. ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് ഹിസ്ബുള്ളയുടെ സൈനിക കേന്ദ്രങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളുമാണെന്ന് സൈന്യം വ്യക്തമാക്കുന്നു. തെക്കൻ ലബനന്റെ വലിയൊരു ഭാഗം പിടിച്ചെടുക്കുമെന്നും ലിതാനി നദി വരെയുള്ള എല്ലാ പ്രദേശത്തും സുരക്ഷാ മേഖല സ്ഥാപിക്കുമെന്നുമാണ് ഇസ്രയേൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഇസ്രയേൽ ചെയ്യുന്നത് യുദ്ധക്കുറ്റമാണെന്ന് മനുഷ്യാവകാശ സംഘടനകൾ വിമർശിക്കുന്നു. ഹിസ്ബുള്ളകളെ തീർക്കാനാണ് ആക്രമണം നടത്തുന്നതെന്ന് ഇസ്രയേൽ പറയുമ്പോഴും ലബനനിൽ വലിയ രീതിയിൽ സിവിലിയൻസ് കൊല്ലപ്പെടുന്നുണ്ടെന്നും ഇത് യുദ്ധക്കുറ്റമാണെന്നും ഇസ്രയേലിന് നേരെ വലിയ വിമർശനമാണ് മനുഷ്യാവകാശ സംഘടനകൾ ഉന്നയിക്കുന്നത്. ഇസ്രയേൽ ലബനൻ ചുട്ടുചാമ്പലാക്കുമ്പോൾ ഇറാൻ വെറുതെ ഇരിക്കുമോ? വെടിനിർത്തൽ കരാർ ലംഘിച്ച് അവർ തിരിച്ചടിക്കുമോ എന്നുള്ള ഒരാശങ്ക മേഖലയിൽ പടർന്നിട്ടുണ്ട്. കാരണം അതേ തോതിൽ ഇറാനും തിരിച്ചടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇരു രാജ്യങ്ങളും തമ്മിൽ മാരക യുദ്ധത്തിലേക്ക് ഏർപ്പെടും. ഈ ഒരു ഘട്ടത്തിൽ വെടിനിർത്തൽ കരാറെല്ലാം കീറിയെറിഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്കും രംഗത്തേക്ക് വരും. അതുകൊണ്ട് ലബനനിലേക്ക് ഇസ്രയേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നുള്ള ആവശ്യങ്ങളുമായി ലോകരാജ്യങ്ങൾ രംഗത്തേക്ക് വന്നിരിക്കുകയാണ്. ഇതുവരെ നടത്തിയതിൽ വെച്ച് ഏറ്റവും വലിയ ആക്രമണമാണ് കഴിഞ്ഞ ദിവസവും ഇന്നുമായി ലബനനിൽ ഇസ്രയേൽ നടത്തിയിരിക്കുന്നത്. ഇതോടെ ഇറാൻ വീണ്ടും ഹോർമുസ് കടലിടുക്ക് അടച്ചിരിക്കുകയാണ്. ഏപ്രിൽ 8 രാത്രി ഇസ്രയേൽ ബെയ്റൂട്ടിൽ നടത്തിയ ആക്രമണത്തിൽ ഹിസ്ബുള്ള നേതാവ് നയീം ഖാസിമിന്റെ അനന്തരവൻ കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രയേൽ അവകാശപ്പെട്ടിരുന്നു. അതായത് ഇപ്പോൾ ഹിസ്ബുള്ളയുടെ നേതൃനിരയിലുള്ളവരെ മുഴുവൻ ലക്ഷ്യമിട്ടാണ് ഇസ്രയേൽ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിസ്ബുള്ളയുടെ എല്ലാ കേന്ദ്രങ്ങളും നോക്കി ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ടണലുകളിലും തുരങ്കങ്ങളിലുമൊക്കെയായി അഭയം തേടിയിരുന്ന ഹിസ്ബുള്ള ഭീകരർ ഇപ്പോൾ ജനവാസ മേഖലകളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ജനവാസ മേഖലകളിലെ വീടുകളിലും ആശുപത്രി കെട്ടിടങ്ങളിലുമൊക്കെ ഇവർ റോക്കറ്റ് ലോഞ്ചറുകൾ സ്ഥാപിച്ചിരിക്കുകയാണ്. അതായത് ഇസ്രയേലിന് നേർക്ക് ആക്രമണം നടത്താൻ വീടുകൾ ഉപയോഗിക്കുകയാണ് ഇപ്പോൾ. അതായത് സിവിലിയൻസിന്റെ വീടുകൾ ഹിസ്ബുള്ള ഉപയോഗിക്കുകയാണ്. ഇതുകൊണ്ടാണ് അതിർത്തി ഗ്രാമങ്ങൾ ലക്ഷ്യമിട്ട് തങ്ങൾ ആക്രമിക്കുന്നതെന്ന് ഇസ്രയേൽ വാദിക്കുന്നു. മധ്യ ബെയ്റൂട്ടിലെ വാണിജ്യ ജനവാസ മേഖലകളിലായിരുന്നു ആക്രമണം നടന്നത്. 10 മിനിറ്റിനിടെ 100-ലേറെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്ന് ഇസ്രയേൽ സൈന്യം അറിയിച്ചു. ഇതോടെയാണ് ഇറാൻ വെടിനിർത്തൽ ധാരണയിൽ നിന്ന് പിന്മാറുമെന്ന് താക്കീത് നൽകിയിരിക്കുന്നത്. ഹോർമുസ് കടലിടുക്ക് പൂർണ്ണമായി അടച്ചുവെങ്കിലും പിന്നീട് ഒരു ദിവസം 15 കപ്പലുകൾ വരെ കടത്തിവിടാമെന്ന് അവർ അറിയിച്ചിരുന്നു. ഇസ്രയേലിന്റെ നീക്കങ്ങൾ പക്ഷേ അമേരിക്ക ഇറാൻ വെടിനിർത്തൽ കരാറിനെ തകർച്ചയുടെ വക്കിലെത്തിച്ചെന്നാണ് റിപ്പോർട്ടുകൾ. ദിവസേന 140 കപ്പലുകൾ കടന്നുപോയിരുന്ന ഹോർമുസ് കടലിടുക്ക് വഴി കഴിഞ്ഞ 24 മണിക്കൂറിനിടെ ഒരേ ഒരു എണ്ണക്കപ്പൽ മാത്രമാണ് പോയത്. ഇതോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ രംഗത്തെത്തി. ഇതെല്ലാം നമ്മൾ തമ്മിലുള്ള കരാർ എന്നായിരുന്നു ട്രംപ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചത്. ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് ചുങ്കം പിരിക്കാനുള്ള ഇറാന്റെ നീക്കം അനുവദിക്കില്ലെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. അതേസമയം വരും ദിവസങ്ങളിൽ ഹോർമുസ് വഴിയുള്ള കപ്പൽ ഗതാഗതത്തിന് ഇറാൻ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയേക്കുമെന്നും ആശങ്കയുണ്ട്. അങ്ങനെ സംഭവിച്ചാൽ സൗദി അറേബ്യ, UAE, കുവൈറ്റ്, ഇറാഖ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള എണ്ണ വിതരണം വീണ്ടും അവതാളത്തിലാകും. ആഗോള എണ്ണ വിപണിയിൽ വില കുതിച്ചുയരും. ഇത് രാജ്യാന്തര സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ
അവതാളത്തിലാക്കും. ആഗോള എണ്ണ വിപണിയിൽ വില ഉയരും. ഇത് രാജ്യാന്തര സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന നീക്കമാണ്. ഇസ്രയേലിനെ നിയന്ത്രിക്കാൻ അമേരിക്കയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ സമാധാന പ്രതീക്ഷ അസ്ഥാനത്താകാനും സാധ്യതയുണ്ട്. മേഖല വീണ്ടും ഒരു കലുഷിതമാകുകയാണ്. പൊട്ടിത്തെറിയും ചീറ്റലുമൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എപ്പോൾ വേണമെങ്കിലും ഈ ഒരു പൊട്ടിത്തെറി ഘോര യുദ്ധത്തിലേക്ക് കടക്കാം എന്നുള്ളതാണ് സാഹചര്യം. കാരണം ഇസ്രയേൽ നിരന്തരം ഇറാനെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർ യുദ്ധത്തിലേക്ക് ഇറങ്ങണം എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ആവശ്യം. എന്നാലേ ഇസ്രയേലിന് അതിമാരകമായ തിരിച്ചടി ഇറാന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ പലതരത്തിലുള്ള പ്രകോപനങ്ങൾ ഉണ്ടെങ്കിലും സംയമനം പാലിച്ചു നിൽക്കുകയാണ് ഇറാൻ. കാരണം അവർക്ക് പ്രതിസന്ധി രൂക്ഷമാണ്. ഈ ഒരു ഘട്ടത്തിൽ കയറി അടിക്കാനുള്ള ഒരു സാഹചര്യവും ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ട് ഇറാൻ ഒന്ന് മയപ്പെട്ടു നിൽക്കുകയാണ്. എന്നാൽ ലബനനിലേക്ക് കൂടുതൽ ആക്രമണങ്ങൾ കടുപ്പിച്ചാൽ ഇറാന് കൂടുതൽ മൗനം പാലിക്കാനും കഴിയില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.